നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാന്നിരിക്കട്ടെ, ആ ഒരു ബിസിനസ്സിനകത്ത് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് ആളുകൾ, കസ്റ്റമേഴ്സ് അവരിത് വാങ്ങാതിരിക്കുക. അവർക്ക് ഒരുപക്ഷെ നമ്മൾ ഈ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുന്ന ഈ പേപ്പറിൻ്റെ പാക്കിങ്ങിൻ്റെ ഒക്കെ സൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ആൾക്കാർ അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം അവർക്കത് ഇഷ്ടപ്പെടാതിരിക്കാം. അവർക്കതിപ്പോൾ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടേക്കുന്ന ആ ഒരു ബിസിനസ്സുകാരന് സ്വാഭാവികമായിട്ട് വിഷമം തോന്നും, സങ്കടം തോന്നും, ചിലപ്പോൾ ദേഷ്യം കാര്യങ്ങളൊക്കെ തോന്നും. എന്ന് വെച്ചിട്ട് ഈ പറയുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യം തീർക്കാൻ പോയാലും, നീ എന്തുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടായിക വന്നു, എന്തുകൊണ്ട് നീ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ആണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ശരിയല്ല, ഇവൻ്റെ ഒക്കെ ടേസ്റ്റ് വ്യത്യാസം മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? എക്സാക്റ്റ് സംഭവമാണ് ഇപ്പം ഈ ഒരു ഉണ്ണി വ്ലോഗ്സിൻ്റെ അടുത്താണെങ്കിൽ ഈ ബാഡ് ബോയ്സിൻ്റെ ഡയറക്ടർ വന്നിട്ട് കാണിച്ചിരിക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീ എന്താ എൻ്റെ സിനിമയെ പറ്റിയിട്ട് പറയാൻ, നീ ആരാ, ഞാൻ ഈ കോടികളെ മുടക്കി സിനിമ ഉണ്ടാക്കുന്നത്, നിനക്ക് അഭിപ്രായം പറയാനാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ വിവരക്കേടും കാര്യങ്ങളൊക്കെ ഇയാൾ വന്ന് സംസാരിക്കുന്നുണ്ട്, ബാഡ് ബോയ്സിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു റിവ്യൂ ഈ സിനിമ റിലേറ്റഡ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ആ ഒരു റിവ്യൂ ഉണ്ണി വ്ലോഗ്സ് ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല. മീൻസ് മേ ബി ഇട്ടിട്ടുണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഒരു ജോലിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ റിവ്യൂ കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഒരു വീഡിയോ ഉണ്ടത്, പവർ ഗ്രൂപ്പ് ഒക്കെ ബാഡ് അല്ലേ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ട്, പവർ ഗ്രൂപ്പ് ഇൻ സിനിമ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ പെപ്പെ, ടൊവിനോ, ആസിഫ് അലി ഇവരെല്ലാം വെച്ചിട്ട് ഉള്ളൊരു തംബ്നെയിൽ കൊടുത്തേക്കുന്നത് പവർ ഗ്രൂപ്പ് ബാഡ് അല്ലേ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തംബ്നെയിലും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ബാഡ് ബോയ്സ് റിവ്യൂ ചെയ്യും ഉണ്ണിന്ന്. അപ്പം ഉണ്ണി വ്ലോഗ്സ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, വയ്യ കുട്ടിയെ, നിർബന്ധമാണിച്ച ഈ വീഡിയോയുടെ ആദ്യത്തെ 1 മിനിറ്റ് ആ അഭിപ്രായമായി പരിഗണിക്കുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ ആദ്യത്തെ 1 മിനിറ്റ് എന്താണ് പറയുന്നതെന്നുള്ളത് വെച്ചിട്ട് ബാക്കി ആ ഒരു വോയിസ് റെക്കോർഡിങ്ങിലോട്ട് നമുക്ക് പോകാം. കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടു. ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തിയേറ്റർ പൂരപ്പറമ്പാക്കിയതിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു കേക്ക് മുറിയും അതിൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നു. തിയേറ്റർ പൂരപ്പറമ്പാക്കുക എന്ന് പറയുമ്പോൾ സിനിമകൾ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന അവസ്ഥയിലേക്ക് വരേണ്ടത് തന്നെയാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. പക്ഷേ ചില സിനിമകളെങ്കിലും തിയേറ്റർ പൂരം കഴിഞ്ഞ് ആളൊഴിഞ്ഞ പറമ്പ് പോലെ ആക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മുന്നിൽ കാണണമല്ലോ. എന്തായാലും ഇത്തവണ സിനിമ കാണാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ, കാർ എടുത്ത് ഇറങ്ങുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാർ എടുക്കാതെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കുറച്ചൊന്ന് കുറയും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനോടൊപ്പം നമ്മളൊരു തിയേറ്ററിൽ കയറി കാർ പാർക്ക് ചെയ്തു, സിനിമ തുടങ്ങി, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് കാർ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാറിൻ്റെ മുന്നിലും പിന്നിലൊക്കെ വേറെ വണ്ടികളുണ്ടാകും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫും കൂടി കാണാൻ നമ്മൾ നിർബന്ധിതരാകും, ഗതികെട്ട് നമ്മൾ പെട്ടുപോകും എന്ന് പറയുന്നൊരു സാഹചര്യം. അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിലേ 2 സ്കൂട്ടർ എടുത്ത് മാറ്റിയാൽ നമുക്ക് നൈസായിട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്തവണത്തെ ഓണം റിലീസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതായിരുന്നു ഉണ്ണി വ്ലോഗ്സിൻ്റെ ആ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് പറയാനുണ്ടായിരുന്നത്. സംഭവം നെഗറ്റീവാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരാൾക്കൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ നല്ലതോ മോശമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ണി വ്ലോഗ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഡയറക്ടർ എന്നാണ്. ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷമാണ് ഈ പറയുന്ന കോള് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴാണെങ്കിൽ പുള്ളിയുടെ ചാനലിനകത്ത് ആ ഒരു കോൾ റെക്കോർഡിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ അതിനകത്തിൽ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ടൊന്ന് വെക്കാം. ഹലോ ഹലോ ഹലോ, തന്റെ പേര് ഉണ്ണി വ്ലോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. അപ്പൊ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. പറയൂ. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ട് വരും, ഞാൻ പോലീസിനെ കൊണ്ട് വരും, ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായി? എൻ്റെ പൊന്നടാവെ, പോലീസിനെ കൊണ്ട് വീട്ടിലോട്ട് വരും, എന്നിട്ട് നിന്നെ തൂക്കി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയടാ. പോലീസുകാരെന്താ ഇയാളുടെ വീട്ടിലെ വാലട്ടി പട്ടിയാണ്? 1 മണിക്കൂറിനകം നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എൻ്റെ പൊന്ന് ഈ പ്രൊഡ്യൂസർ മാമ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ സ്വന്തം ചാനലിൽ നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളുടെ കീഴിൽ തന്നെയാണ് അയാൾ നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അയാൾ ഇപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റ് സിനിമ, ആ സിനിമ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമായിരിക്കാം.
ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് മനസ്സിലാക്കുക. അത് ഇപ്പം ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ആ ഒരു വ്ളോഗറിന് ഒരു പക്ഷേ ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ബാക്കിയുള്ള ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ബാക്കിയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടക്കേട് തോന്നിയെങ്കിൽ എന്തിനത് ബാക്കിയുള്ളവരെ പോലെ അക്സെപ്റ്റ് ചെയ്യണം? അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾ പറയുന്നു. പിന്നെ പോലീസുകാരെ വിളിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ മടിയിലിട്ട് വളർത്തിയൊക്കെയാണോ പോലീസുകാരെയൊക്കെ? ഇതിന്റെ പേരിൽ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയൂ. ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കല്ലോ. അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ ഇട്ട വീഡിയോ എന്നാണ്? ഇപ്പൊ ഇട്ട വീഡിയോ നീ എന്നെ ഒരാഴ്ചയാണ് നീ എന്നാ ഉണ്ടാക്കുമായിരുന്നു. നീ ഇപ്പൊ നീ ഇട്ട വീഡിയോ എന്നാ ഇട്ട നീ എന്റെ പടത്തിനെ പറ്റി? പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയുകയാണ്. അല്ല, അതിന്റെ കാരണം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ്ടാ ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് നിനക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ഞാൻ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസിനെ അല്ല, ഞാൻ ആരെ കൊണ്ടുവരുന്ന. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഒരു പൊട്ടനാണ്. സീരിയസ്ലി ഗൈസ്, പൊട്ടനാണെന്ന് വെച്ചാൽ ഭൂലോക പൊട്ടനാണ്. ഇത് എനിക്ക് തോന്നുന്നത് അയാൾ ഈ ഒരു റിവ്യൂ കാര്യങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. റിവ്യൂ പോലും ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റിവ്യൂ പോലും ഇവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പിരികേറ്റിവിടും. അവിടെ ഇങ്ങനെ ഇതുപോലെ പടത്തിന്റെ പേരിൽ ഒരുത്തൻ ഇതുപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അവൻ ഇച്ചിരി വിഷയമായിട്ടാണ് ഇട്ടേക്കുന്നത്, നീ നൈസായിട്ട് പൊലിപ്പിച്ചേര് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്പർ ലീക്കാക്കി കൊടുക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ വിചാരിക്കുക. പിന്നെ നിനക്ക് ആരാണ് നമ്മുടെ നാട്ടിൽ അധികാരം തന്നത് ഇതിനെപ്പറ്റി സംസാരിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനമില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതൊരു പൊട്ടനാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ. സീരിയസ്ലി ഞാൻ പറയുന്ന വാക്ക് എടുത്ത് പറയുന്നത് ഏതോ ഒരു പൊട്ടനാണ്. ഓക്കെ, കാര്യം ഇത്ര ഇതായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ പറയണം. കാര്യം ഒരാൾ വന്നിട്ട് ഒരു സിനിമയുടെ ഒരു അഭിപ്രായം വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് അയാൾക്ക് അത് അങ്ങോട്ട് കല്ലടിച്ചു. എനിക്ക് തോന്നുന്നൊരു സാധനം നമ്മുടെ ഈ പറയുന്ന ARM, കിഷ്കിണ്ടാകാണ്ട അങ്ങനെ കുറച്ച് അധികം സിനിമകളാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഇച്ചിരി എന്താ പറയുക ഓഡിയൻസിനെ പുള്ളി ചെയ്തുകൊണ്ട് ഹൗസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഈ ഒരു പടത്തിനോട് വന്നു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഈ പറയുന്ന പോലെ ഈ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വിചാരിച്ചേക്കുന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിലെ ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് ഇപ്പോഴും ഇയാൾക്ക് അറിയത്തില്ല. നമ്മൾ ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് അങ്ങനത്തെ കുറേ സിനിമകൾ എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കോണ്ടന്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് പടമാണെങ്കിലും ഓടും. വലിയ സ്റ്റാറിനത്തെ വെച്ചുകൊണ്ട് പടം ചെയ്താലോ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുത്തെന്ന് പറഞ്ഞാലോ നമ്മുടെ നാട്ടിൽ അത് വിജയിക്കണമെന്നില്ല. ഓക്കെ, ചെറിയ സ്റ്റാർസിനെ വെച്ചിട്ട് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു പടം ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കോണ്ടന്റ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് വാങ്ങുക തന്നെ ചെയ്യും, കച്ചവടം നല്ല രീതിയിൽ നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, സിനിമ എന്ന് പറയുന്നതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അത് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. ഓക്കെ, അത് ബാക്കിയുള്ളവർ ചുമ്മാ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടോ പൈസ വാങ്ങിച്ചോ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ മോശം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ആൾക്കാർ വാങ്ങൂടെ? കാര്യം അങ്ങനെ തെളിയിച്ചിട്ടുള്ള എത്ര സിനിമകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന പോലെ ഭീഷ്മപർവ്വം എന്ന് പറയുന്ന സിനിമയൊക്കെ ആണെങ്കിൽ ആദ്യം കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടം നമ്മുടെ നാട്ടിൽ പൊട്ടിയോ? ഇല്ല. ഈ പറയുന്ന റിവ്യൂസ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, റിവ്യൂസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് കാര്യങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരങ്ങനെ പറയുമ്പോഴും അവരെ കൂടെ സാറ്റിസ്ഫാക്ട് ചെയ്യാൻ മീൻസ് എന്താ പറയുക, കുറേ ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പല ഈ പറയുന്ന പോലെ സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പലരും കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓഡിയൻസിൻ്റെ പൾസ് എന്ന് വെച്ചിട്ട് ഈ പറയുന്ന റിവ്യൂസ് ഇടുന്ന ആൾക്കാർ ഒരു മോശം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സിനിമയും മോശമായി പോകുന്നില്ലടേ. അതുകൂടെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കാം. വിവരമുള്ള ആൾക്കാർ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്, റിവ്യൂസ് ഇടണം, അവരുടെ അഭിപ്രായമല്ലേ, അവരത് സംസാരിക്കണം, മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയണം എന്ന് അത്യാവശ്യം വിവരം ബോധമുള്ളവർ പറയുന്നുണ്ട്. ഇവിടെ ഒരു പടത്തിന് ഉണ്ടാക്കി വെച്ച് പടച്ചിട്ടൊരു പടത്തിനാണെങ്കിൽ ഒരു മോശം എന്നുള്ള രീതിയിലേക്ക് ഒരാൾ സംസാരിച്ചപ്പോഴത്തേക്ക് നേരെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിയാണ്, വധഭീഷണിയാണ്. ഓക്കെ, നിന്നെ നാളെ പോലീസിനെ മടി കിടക്കുക, നിൻ്റെയൊക്കെ വീട്ടിലോട്ട് നാളെ കൊണ്ട് അങ്ങോട്ട് ഉള്ളം കയ്യിലോട്ട് കൊണ്ട് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് പാടേ ഇതൊക്കെ.